നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരള തീരത്ത് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ നടന്ന 2 കപ്പലപകടങ്ങളെക്കുറിച്ച് കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ ശക്തമായി അന്വേഷിക്കുകയാണ്. വളരെ ദുരൂഹമായ അപകടങ്ങളാണ് കേരള തീരത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായതെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ബേപ്പൂർ തീരത്തും കൊച്ചി തീരത്തും അടിഞ്ഞ 2 കപ്പലുകൾ, ബേപ്പൂർ തീരത്തുനിന്ന് 19 കിലോമീറ്റർ നോട്ടിക്കൽ മൈലിലും കൊച്ചി തീരത്ത് നിന്ന് ഏതാണ്ട് 35 കിലോമീറ്ററോളം നോട്ടിക്കൽ മൈലിലുമാണ് 2 കപ്പലുകൾ, 2 ചരക്ക് കപ്പലുകൾ തീപിടിച്ച് മുങ്ങിയത്. അവ മനഃപൂർവ്വം തീപിടിപ്പിച്ചതാണ് എന്നുള്ളൊരു സംശയം ആദ്യം തന്നെ ഉയർന്നിരുന്നു. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്റലിജൻസ് ബ്യൂറോയും റോയും അന്വേഷിക്കുന്നത്. കേരള തീരം നേരത്തെ തന്നെ വളരെ അപകടകരമായ രീതിയിലാണെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു. വിദേശത്തു നിന്നുള്ള ഏതുതരം സാധനങ്ങളും ഏതുതരം നീക്കങ്ങളും കേരള തീരത്തുകൂടെ ഉണ്ടാകുന്നതെന്നും ആ കേരള തീരം പലപ്പോഴും ദുർബലമായൊരു സുരക്ഷാ സംവിധാനമാണ് ഉള്ളതെന്നുമാണ് നേരത്തെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്തിന് പ്രത്യേക പരിഗണനയും അവർ നൽകിയിരുന്നു. എന്നാൽ ഈ 2 കപ്പലുകൾ തീപിടിച്ച് മുങ്ങുകയും അതിലുണ്ടായിരുന്ന വസ്തുക്കൾ ഒന്നൊഴിയാതെ കത്തി നശിക്കുകയും കടലിൽ പോവുകയും ചെയ്തത് വളരെ ദുരൂഹമാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. ആ കപ്പലുകളിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് എന്താണ്? എല്ലാ കപ്പലുകളിലും തീയണയ്ക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഈ 2 കപ്പലുകളും തീപിടിച്ച് മുങ്ങിയപ്പോൾ അവിടുത്തെ ജീവനക്കാർ തീയണയ്ക്കാനുള്ള ഒരു മാർഗവും അവലംബിച്ചിട്ടില്ല എന്ന കണ്ടെത്തലിലാണ് യഥാർത്ഥത്തിൽ സുരക്ഷാ ഏജൻസികളുടെ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ കണ്ണുകൾ പതിഞ്ഞത്. എന്തുകൊണ്ടാണ് അവിടുത്തെ തൊഴിലാളികൾ, കപ്പലിലെ സ്റ്റാഫ് എന്തുകൊണ്ടാണ് തീയണയ്ക്കാൻ വിമുഖത കാട്ടിയത്? അവർ പലരും ചാടി രക്ഷപ്പെടുക അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനെ വിവരമറിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ചില കപ്പലുകൾ, കൊച്ചിയിൽ മുങ്ങിയ കപ്പലുകളിൽ നിന്നും കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീ പിടിച്ചപ്പോൾ തീ അണയ്ക്കാൻ വിമുഖത കാട്ടിയതെന്നും കണ്ടെയ്നറുകൾ കടലിൽ തള്ളിയതെന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ജീവനക്കാർ ശ്രമിച്ചതെന്നുമാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ സംശയം ഉയർത്തിയിരിക്കുന്നത്. കേരള തീരത്ത് വളരെ അപകടകരമായ രീതിയിലുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര കപ്പൽച്ചാലുകളിൽ കാണുന്നു എന്നുള്ള ഒരു സൂചനകളും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കേരളത്തെയും കേന്ദ്രത്തെയും അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് ഗൗരവമായ രീതിയിൽ അന്വേഷണം നടത്തി വരുമ്പോഴാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ 2 കപ്പലുകൾ തീപിടിച്ച് മുങ്ങിയത്. അതുകൊണ്ട് തന്നെ ചില കപ്പലുകളിലെ ബേപ്പൂരിൽ മുങ്ങിയ കപ്പലുകളിൽ ഏതാണ്ട് 4ഓളം ജീവനക്കാരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. ചിലർ മരിച്ചു എന്നൊക്കെയാണ് സൂചന. ഏതായാലും ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോഴും കാര്യമായൊരു വിവരങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടില്ല. ഈ അപകടങ്ങളെക്കുറിച്ച് കേസെടുക്കേണ്ട, FIR എടുക്കേണ്ട എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് ഹൈക്കോടതിയുടെ ഇടപെടലും സമ്മർദ്ദങ്ങളും മൂലമാണ് FIR ഇടാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത്. അത് തന്നെ വളരെ ദുരൂഹമാണെന്നും കപ്പൽ കമ്പനികളുടെ ഇടപെടൽ മൂലമാണ് FIR എടുക്കാൻ കേരള സർക്കാർ മടിച്ചതെന്നുമുള്ള ആരോപണം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. ഏതായാലും ഈ കപ്പലുകൾ ഇങ്ങനെ തീപിടിച്ച് മുങ്ങിയത് ഒരു മനുഷ്യനിർമ്മിതമായ തീപിടുത്തമാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവർ തന്നെ കപ്പലുകളിൽ തന്നെയുള്ളവർ തന്നെ കപ്പലിലെ എന്തെങ്കിലും രാസവസ്തുക്കൾക്കോ മറ്റു വസ്തുക്കൾക്കോ തീ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ തീ കൊടുത്ത് പുറം കടലിൽ തള്ളിക്കളയുന്ന ഒരു പരിപാടി പൊതുവേ ഇത്തരം കപ്പലുകൾ അവലംബിക്കാറുണ്ടെന്നും അങ്ങനെയുള്ള തീപിടുത്തത്തിൻ്റെ ഭാഗമായാണ് കപ്പലുകൾ പൊട്ടിത്തെറിച്ചതും മുങ്ങിയതെന്നുമാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ, ഇന്റലിജൻസ് ഏജൻസികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് വരുന്ന കപ്പലുകളെ വിശദമായി പരിശോധിക്കുക വേണമെന്ന കോസ്റ്റൽ ഗാർഡിനുള്ള നിർദ്ദേശവും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പലിൽ ഉള്ള വസ്തുക്കൾക്ക് തീ കൊടുത്തപ്പോൾ ഉണ്ടായ പൊട്ടിത്തെറിയും പ്രശ്നങ്ങളുമാണ് അവിടെ ഉണ്ടായിരുന്നു. മനഃപൂർവ്വം അവിടുത്തെ സ്റ്റാഫുകൾ, കപ്പലിലെ ജീവനക്കാർ ഏതോ വസ്തു കത്തിച്ചതിന് ശേഷം കടലിൽ തള്ളാൻ വേണ്ടി തീ കൊടുത്തതായിരിക്കാം. ആ വസ്തു ഏതാണെന്ന് കണ്ടെത്താനാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് 2 സംഭവത്തിലും FIR എടുത്ത് അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്പെട്ട്. കാരണം FIR എടുക്കാൻ അതാത് പരിധിയിലെ പോലീസ് സ്റ്റേഷനിലൊക്കെ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ FIR എടുത്ത് അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ നിർബന്ധം ചെലുത്തിയപ്പോഴാണ് കേരള സർക്കാർ ഈ 2 അപകടങ്ങളെക്കുറിച്ചും FIR ഇട്ടത്. അതുകൊണ്ട് അവിടെ മനഃപൂർവ്വം കത്തിച്ച് കളഞ്ഞ വസ്തുക്കൾ ഏത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നടത്തുന്നത്.